കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ സ്വർഗീയ രാജാവേ, വീണ്ടും ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ അപ്പച്ചൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഇരിപ്പാൻ ദൈവം ചെയ്ത വിലപ്പെട്ട ഭാഗ്യത്തെ ഓർത്ത് സ്തുതിക്കുന്ന അപ്പ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന സകല മക്കളെ യേശുവിൻ്റെ കരങ്ങൾ തരുന്നു. അവരെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി കൊടുക്കണം. ഇന്ന് ഈ വചനം ഞങ്ങളോട് എല്ലാവരോടും സംസാരിക്കണം. പരിശുദ്ധാത്മാവ് തന്നെ ഇടപെടും. ആത്മാവ് ഇറങ്ങി ചെന്ന് ചെയ്യേണ്ടതെല്ലാം കർത്താവ് ചെയ്യണം. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. രോഗികൾ സൗഖ്യമാകട്ടെ, ഭാരങ്ങൾ പ്രയാസങ്ങൾ വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. യോഹന്ന സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ആരാണ് ശിഷ്യൻ എന്ന് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ്. ഒരുപാട് ഭാഗങ്ങളിൽ ശിഷ്യൻ ആരാണെന്ന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ യോഹന്നാൻ 15-ൽ സ്തോത്രം 1 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ശിഷ്യരാകുന്നില്ല. കർത്താവിന്റെ കൂടെ നടക്കുന്ന എല്ലാവരും ശിഷ്യന്മാരല്ല. പള്ളിയിൽ പോകുന്ന എല്ലാവരും ശിഷ്യന്മാരല്ല. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാർക്ക് പ്രത്യേകതകളുണ്ട്, ശിഷ്യന്മാർക്ക് ഗുണങ്ങളുണ്ട്. സ്തോത്രം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു. സ്തോത്രം. അപ്പൊ കായ്ക്കുന്ന കൊമ്പുകളുണ്ട്, കായ്ക്കാത്ത കൊമ്പുകളുണ്ട്. സ്തോത്രം. 2 കൊമ്പുണ്ട്. ഒരുപാട് പേര് കർത്താവിന്റെ ആലയത്തിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവവചനം കേൾക്കുന്നുണ്ട്. പക്ഷേ കായുന്നില്ല, കായ്ക്കലില്ല. കർത്താവിൽ കായ്ക്കുന്നില്ല. സ്തോത്രം. കർത്താവ് പറയുന്നത്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. സ്തോത്രം. പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് എല്ലാം പങ്കെടുക്കുന്നുണ്ട്, ഒന്നും മുടക്കമില്ല. പക്ഷേ ക്രിസ്തുവിന്റെ ഫലമില്ല, ക്രിസ്തുവിൽ കായ്ക്കുന്നില്ല. അത് നിമിത്തം യേശു പറയുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും നീക്കിക്കളയും. പോകലെന്നല്ല, പോകണം. ഒപ്പം ദൈവവചനം കേൾക്കുന്ന വചനം നമ്മുടെ അകത്ത് ഇറങ്ങുകയും, വായിക്കുന്ന വചനം കേൾക്കുന്ന വചനം നമ്മുടെ അകത്ത് ഇറങ്ങുകയും അത് ഫലമായി മാറുകയും ക്രിസ്തുവിലുള്ള ഫലം കായ്ക്കണം. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ അവൻ നീക്കിക്കളയുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, നീക്കിക്കളയല്. ദൈവം നമ്മളെ ആരെ ഒരിക്കലും നീക്കുന്ന ഒരു കൊമ്പാകല്ലേ, കായ്ക്കുന്ന ഒരു കൊമ്പാകട്ടെ ക്രിസ്തുവിൽ. സ്തോത്രം. കായ്ക്കുന്നതൊക്കെ അധികം ഫലം കായ്ക്കുന്നത് ചെത്തി വെടിപ്പാക്കുന്നു. കർത്താവിന്റെ വചനം അനുസരിക്കുമ്പോൾ, കർത്താവിൽ ജീവിക്കാൻ ഒരു വ്യക്തി മുട്ടുമടക്കുമ്പോൾ ചിലപ്പോൾ ചില ചെത്തലുകൾ, ചില വേദനകൾ, കുശവന്റെ വീട്ടിൽ കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് പോലെ ഒന്നുടയ്ക്കും, ഒന്ന് പണിയും, ഒന്ന് സ്തോത്രം ഹല്ലേലൂയ മെനഞ്ഞെടുക്കും. അല്പവേദനയ്ക്കും ഒരു പക്ഷേ കർത്താവ് പറയുന്നു, അധികം ഫലം കാക്കേണ്ടതിന്, അതെല്ലാം അധികം ഫലം കാക്കേണ്ടതിന് കർത്താവ് ഇരുത്തും, ക്ഷമ പഠിപ്പിക്കും, താഴ്മ പഠിപ്പിക്കും. അധികം ഫലം കായ്ക്കാൻ ചില സ്ഥാനങ്ങളിലൂടെയൊക്കെ കൊണ്ടുപോകും. കർത്താവ് പറയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കുന്നത് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അടുത്ത വാക്യം, 4-ാം വാക്യം, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. യേശു പറയുന്നു, എൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, യേശുവിൽ വസിക്കണം. എന്നാൽ യേശു നമ്മളിൽ വസിക്കും. നമ്മൾ യേശു വസിക്കുന്നുണ്ടോ? സ്തോത്രം. കർത്താവ് പറയുന്നു, എന്നിൽ വസിക്കും, ഞാൻ നിങ്ങളിൽ വസിക്കാം. കർത്താവിൽ നമ്മൾ വസിച്ചാൽ കർത്താവ് നമ്മളിലും വസിക്കും. കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയത്തില്ല. ഒരുപാട് ഫലം കായ്ക്കുന്ന ആൾക്കാരുണ്ട്. പാടുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്, ആരാധിക്കുന്നവരുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട്. ക്രിസ്തുവിനായിട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ പല പ്രവൃത്തികളും ചെയ്യുന്നവരുണ്ട്, പഠിച്ച് ചെയ്യുന്നവരുണ്ട്, സ്തോത്രം, കഴിവനുസരിച്ച് ചെയ്യുന്നവരുണ്ട്, ആത്മാവിൽ ചെയ്യുന്നവരുണ്ട്. സ്തോത്രം. കർത്താവ് പറഞ്ഞ്, കർത്താവിൽ ജീവിച്ച് വരുന്ന പ്രവൃത്തി കണ്ടോ. സ്തോത്രം. അതിനകത്തിരിക്കുന്നു, എന്നിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ ക്രിസ്തുവിനുള്ള ഫലം കായ്ക്കണമെങ്കിൽ ലോകത്തിലുള്ള ഫലം വരും, പലതും വരും. പക്ഷെ ക്രിസ്തുവിനുള്ള ഫലം വരണമെങ്കിൽ അത് സ്വയമായി കായ്ക്കാൻ കഴിയത്തില്ല. ക്രിസ്തുവിൽ വസിച്ചാലേ പറ്റത്തുള്ളൂ. എൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, ജീവിതത്തിനകത്ത് സംസാരം, നോട്ടം, ചിന്ത, പ്രവർത്തനങ്ങൾ എല്ലാം അങ്ങനെയാണ്. ക്രിസ്തുവിന്റെ സ്വഭാവമാണോ നമ്മളിലുള്ളത്? ക്രിസ്തുവിന്റെ ഭാവമാണോ നമ്മളിലുള്ളത്? അതോ സ്വസ്ഥതയില്ലാത്തൊരു അനുഭവമാണോ? പള്ളിയിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷെ തിരികെ പോകുമ്പോൾ അടിയും ബഹളവും വെട്ടുമാണോ?
ഞാൻ പറയാം, സ്വയമായി കാഴ്ചകൊണ്ടിരിക്കുക. ക്രിസ്തുവിലുള്ള ഫലമല്ലാതെ ക്രിസ്തുവിൽ വസിച്ച് ക്രിസ്തുവിലുള്ള ഫലം കായ്ക്കണം. ക്രിസ്തുവിൽ ജീവിച്ചാൽ മാത്രമേ, ക്രിസ്തുവിൽ വസിച്ചാൽ മാത്രമേ ഫലം കായ്ക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ വസിക്കുന്നത് ക്രിസ്തുവിലാണോ അതോ ലോകത്തിലാണോ? പിശാചിന്റെ കൂടാരത്തിനകത്താണോ? പാപത്തിന്റെ കോട്ടയ്ക്കകത്താണോ? അതോ യേശുവിലാണോ? യേശുവിൽ വസിക്കുന്നവൻ സ്വയമായി കായ്ക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. പിന്നെ എങ്ങനെ വസിക്കും? എങ്ങനെ കായ്ക്കും? ക്രിസ്തുവിൽ കായ്ക്കും. കായ്ക്കാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. വാക്യം 5, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. കണ്ടോ? ക്രിസ്തുവിലുള്ള ഫലം കായ്ക്കണമെങ്കിൽ നമ്മൾ യേശുവിൽ വസിക്കണം, യേശു നമ്മളിൽ വസിക്കണം. എങ്കിൽ മാത്രമേ സ്വന്തം ക്രിസ്തുവിലുള്ള ഫലം വരൂ. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നിൽ വസിക്കാത്തവനൊരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. പൈതങ്ങളെ ആരോട് ചോദിച്ചാൽ, അനേകരോട് ചോദിച്ചാൽ പറയും, ഞങ്ങൾ ഇന്നടുത്താണ് ഇന്ന സഭയിലാണ് പോകുന്നത്. ഒക്കെ നല്ലതാ. പക്ഷെ ക്രിസ്തുവിലുള്ള വസിക്കുന്നില്ലെങ്കിൽ പള്ളി പോകുന്നു, തിരിച്ചു വരുന്നു, വേദപുസ്തകം വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ സ്വത്രം എല്ലാവരും കാണുക, രണ്ട് പാട്ട് പാടുന്നു, കൈയടിക്കുന്നു, സ്തുതിക്കുന്നു, ഓക്കെ, തീർന്നു. ഇല്ല, തീർന്നില്ല. കേൾക്കുന്ന വചനം, വായിക്കുന്ന വചനം നമ്മുടെ അകത്ത് ഇറങ്ങണം. അത് നല്ല നിലത്ത് വീഴണം. അത് കിളിർക്കണം. ആ പാപം നമ്മളെ വിട്ടു പോകണം. ആ ദുഷ്ട സ്വഭാവം നമ്മളെ വിട്ടു പോകണം. ആ മദ്യപാനം വിട്ടുപോകണം. ആ ദോഷമായ നോട്ടം വിട്ടുപോകണം. ദോഷ ചിന്തകൾ വിട്ടുപോകണം. ദോഷപ്രവർത്തികൾ വിട്ടുപോകണം. ദൈവഹിതമല്ലാത്ത ദുർചിന്തകൾ, വ്യഭിചാര പാപങ്ങൾ വിട്ടുപോകണം. സ്തോത്രം. ലോകമോഹങ്ങൾ വിട്ടുപോകണം. പകയും വിരോധവും വെറുപ്പും നമ്മളെ വിട്ട് നീങ്ങിപ്പോകണം. കർത്താവ് പറയുന്നു, സ്തോത്രം, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ പക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകും. നോക്കിയേ, കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ ഫലം നമ്മളിലൂടെ വന്നില്ലെങ്കിൽ, കർത്താവിൽ വസിച്ച് കർത്താവിൻ്റെ ഫലം നമ്മളിലൂടെ വന്നില്ലെങ്കിൽ നമ്മളെ വെട്ടി തീയിലിടും. അത് നിത്യ നരകമാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലെ, സ്തോത്രം, നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടി എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മളിൽ യേശുവിൻ്റെ ഫലമുണ്ടോ? ഇല്ല എങ്കിൽ ഈ കൊമ്പിനെ വെട്ടി തീയിലാണ് ഇടുന്നത്. ഈ കൊമ്പ് കർത്താവിൻ്റെ അടുത്ത് എത്തത്തില്ല, തീയിലിടും. അതുകൊണ്ട് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിനോട് നമുക്ക് പറയാം, അപ്പച്ച, എൻ്റെ അപ്പച്ചൻ്റെ ഫലം കായ്ക്കുവാൻ എന്നെയും കൂടെ കർത്താവ് തൊടണേ, എന്നെയും കൂടെ തൊടണം അപ്പ, എന്നെ തൊടാതെ പോകല്ലേ എന്ന് യേശുവിനോട് പറയാം. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടി, പോകല്ലേ കടന്നെന്നെ നീ പ്രിയ യേശുവേ, മറ്റുള്ളവരെ ദർശിക്കുമ്പോ നോക്കുകന്നെയും. യേശുവിനോട് പറയും, അപ്പ എന്നെയും കൂടെ നോക്കണമേ. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങൾ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. ആമേ. നമ്മൾ ഇച്ഛിക്കുന്ന എന്ത് ചോദിച്ചാലും കിട്ടുന്ന അർത്ഥം എന്താ? സ്വത്രം. യേശു എന്നിൽ വസിച്ചാൽ യേശുവിൻ്റെ ഹിതം മാത്രമേ എൻ്റെ പ്രാർത്ഥനയിലൂടെ വരൂ. അല്ലാതെ കർത്താവിൻ്റെ ഹിതമില്ലാത്ത പ്രാർത്ഥന വരത്തില്ല. കർത്താവിൻ്റെ ഹിതമുള്ള പ്രാർത്ഥന വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരവും വരും. ദൈവത്തിന് സ്തോത്രം. എഴുതിയിരിക്കുന്ന എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിനാൽ അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടും. കണ്ടോ? പിതാവ് എങ്ങനെയാണ് മഹത്വപ്പെടുന്നത്? എന്നിൽ യേശു നിറഞ്ഞ് യേശുവിൻ്റെ ഫലം എന്നിലൂടെ വരുമ്പോൾ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ വരുമ്പോൾ, കർത്താവിൻ്റെ സ്വഭാവം വരുമ്പോൾ, കർത്താവിൻ്റെ വിനയം, താഴ്മ വരുമ്പോൾ, കർത്താവിൻ്റെ ദീർഘക്ഷമ വരുമ്പോൾ, കർത്താവിൻ്റെ കരുണ വരുമ്പോൾ, കർത്താവിൻ്റെ മനസ്സലിവ് വരുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, അത് കർത്താവിൽ വസിച്ചാലേ വരൂ. കർത്താവിൽ വസിക്കുന്ന പൈതലിന്റെ മേൽ കർത്താവിൻ്റെ ഫലം വരും. കർത്താവിൻ്റെ ഫലം വരും. ഹല്ലേലൂയ. അതിനകത്ത് എഴുതിയിരിക്കുന്നു, ദൈവത്തിന് സ്തോത്രം, കർത്താവിൻ്റെ ഫലം വരുമ്പോൾ നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാരും ആകും. ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നു, ശിഷ്യനാകും എങ്ങനെ? ക്രിസ്തുവിൽ വസിക്കണം. ക്രിസ്തുവിൽ വസിക്കണം. ക്രിസ്തുവിൽ ഫലം കായ്ക്കണം. ക്രിസ്തുവിൽ ഫലം കായ്ക്കണം. ക്രിസ്തു മഹത്വപ്പെടണം. ക്രിസ്തുവിൽ വസിച്ച് ക്രിസ്തുവിൽ ഫലം കായ്ച്ച് ക്രിസ്തു മഹത്വപ്പെടണം. നമ്മളല്ല മഹത്വപ്പെടേണ്ടത്. ഞാൻ എന്തോ ചെയ്തു, ഞാനെന്തോ ആണ്. അല്ല, നമ്മളല്ല. യേശു നമ്മളിലൂടെ മഹത്വപ്പെടട്ടെ. മഹത്വം മുഴുവൻ കർത്താവിന് പോകണം. യേശു പറയുന്നു, സ്വത്രം, കർത്താവിൽ വസിച്ച് കർത്താവിൻ്റെ ഫലം നമ്മളിലൂടെ വെളിപ്പെടുമ്പോൾ, സ്വത്രം,
സ്തോത്രം വളരെ ഫലം കായ്ക്കുമ്പോൾ ദൈവം മഹത്വപ്പെടും. ദൈവം നമ്മളിലൂടെ മഹത്വപ്പെടണം. യേശുവിന്റെ സ്വഭാവം മറ്റുള്ളവർ കാണണം. യേശുവിനെ നമ്മളിലൂടെ അനേകർ കാണണം. ഒരു പാപിയല്ല കാണേണ്ടത്. സ്തോത്രം രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ട്, സ്നാനപ്പെട്ടെന്ന് പറഞ്ഞിട്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കോപിഷ്ഠനായ ഒരു മനുഷ്യനല്ല കാണേണ്ടത്. ഒരു സ്തോത്രം തെറി വിളിക്കുന്ന ഒരാളിനെയല്ല കാണേണ്ടത്. ഒരു മദ്യപിക്കുന്ന ഒരാളിനെയല്ല കാണേണ്ടത്. ഒരു മോശം പ്രവൃത്തി ചെയ്യുന്ന ആളിനെയല്ല കാണേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം ചീറിക്കൊണ്ട് നിൽക്കുന്ന ഒരു പുലിയുടെ സ്വഭാവമുള്ള ഒരാളിനെയല്ല, ഒരു കരടി പോലത്തെ ഒരു സ്വഭാവമുള്ള ഒരാളിനെ അല്ല മറ്റുള്ളവർ കാണേണ്ടത്. യേശുവിനെ കാണണം. യേശുവിന്റെ സ്വഭാവത്തിൽ നിറഞ്ഞ, യേശുവിന്റെ ശാന്തത നിറഞ്ഞ, യേശുവിന്റെ കൃപയാൽ നിറഞ്ഞ ഒരാളിനെ നമ്മളിലൂടെ കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്റെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് യേശുവിന്റെ ഫലം വരാറുണ്ടോ? കർത്താവ് എന്റെ ശിഷ്യൻ അതാണ്. ഏത്? ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ ഫലം കായ്ച്ച്, ക്രിസ്തുവിൽ വസിച്ച്, ക്രിസ്തുവിൽ ഫലം കായ്ച്ച്, ദൈവത്തിന് സ്തോത്രം, പിതാവ് മഹത്വപ്പെട്ട്, അങ്ങനെ ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ വളർന്ന്, ക്രിസ്തുവിൽ ഫലം കായ്ച്ച്, ദൈവം മഹത്വമെടുത്ത് അങ്ങനെയുള്ളതാണ് ഒരു ശിഷ്യനായി മാറുന്നത്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, താങ്കൾ യേശുവിന്റെ ശിഷ്യനാണോ? നമ്മൾ പറയും, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ശിഷ്യനായി. ഒക്കെ നല്ലതാ, ശരിയാണ് വചനപ്രകാരം. പക്ഷേ സ്വഭാവമുണ്ടോ? ജീവിതത്തിനകത്തൊരു മാറ്റമുണ്ടോ? യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ ആൾ മൊത്തത്തിൽ മാറും. യേശുവിൽ ഞാൻ വാസിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ വാസം യേശുവിനോടൊപ്പമാണെങ്കിൽ എൻ്റെ സ്വഭാവത്തിന്റെ ഏറ്റവും ഈസഡ് മേഖലക്കകത്ത് മാറ്റം വരും. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലെ, താങ്കളുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടോ? ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറവുകൾ ഉണരാം. ഒരുപക്ഷെ യേശുവിനെ കണ്ടുമുട്ടാത്ത ആളായിരിക്കും താങ്കൾ. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ താങ്കൾ പറഞ്ഞാട്ടെ, യേശുവെ എന്നെയും കൂടെ ഒന്ന് തുടരണേ, എന്റെ പാവ മനുഷ്യനെ തകർക്കണമേ അപ്പ. യേശുപ്പ എന്റെ ഹൃദയത്തിനകത്ത് വരണമേ. ആ രക്തം കൊണ്ട് എന്നെ കഴുകി എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. എന്റെ കർത്താവിൽ എനിക്ക് വാസിക്കണം, കർത്താവിൽ ജീവിക്കണം. കർത്താവെ, അങ്ങിൽ ഫലം കായ്ച്ച് ഒരു ശിഷ്യനായി, ഒരു ശിഷ്യയായി എനിക്ക് മാറണം. എന്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, താങ്കൾ യേശുവിന്റെ ശിഷ്യയായി ജീവിക്കുന്നതെന്ന് പറയുന്ന ആളാണോ? പക്ഷെ ഫലമുണ്ടോ? ഫലമില്ല. ഈ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ ഫലമില്ല, ഞാൻ വെട്ടേറ്റ് വീടുന്നതിന് മുൻപ് എന്നെ ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ തുടങ്ങണമെന്ന് പ്രാർത്ഥിച്ച്. എന്നെ കേൾക്കുന്ന പൈതലെ, നീ പിന്മാറിപ്പോയ ആളാണോ? എന്നാൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ പിന്മാറ്റത്തിൽ മടങ്ങി വരുവാൻ പ്രാർത്ഥിച്ചാട്ടെ. കണ്ണുകളടക്കെ പ്രാർത്ഥിക്കുക. പരിശുദ്ധനെ സ്വർഗീയ രാജാവേ, കേൾപ്പിച്ച വചന ദൂതുകൾക്കായി സ്തോത്രപ്പ. കർത്താവ്, ഞങ്ങൾ ക്രിസ്തുവിൽ കായ്ച്ച് ഫലം കായ്ച്ച് ദൈവം മഹത്വപ്പെട്ട് ഒരു ശിഷ്യനായി മാറുവാൻ, ക്രിസ്തുവിലുള്ള നന്മകൾ പ്രാപിച്ച്, ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നിറഞ്ഞ്, ക്രിസ്തു ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ജീവിക്കുവാൻ സ്വർഗം സഹായിക്കണേ. കൊമ്പ് പോലെ വെട്ടിയേറിപ്പെടുന്ന ഒരു കൊമ്പായിട്ടല്ല കർത്താവ് നിലനിൽക്കുന്ന, ക്രിസ്തുവിൽ ഫലം കായ്ക്കുന്ന, ഏറെ ഫലം ഉണ്ടാകുന്ന ആ ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ ക്രിസ്തുവിൽ ഞങ്ങൾ മറഞ്ഞിരിക്കട്ടെ. ഞങ്ങളെ കണ്ടപ്പ അങ്ങിൽ മറഞ്ഞിരിക്കട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പിടിപ്പിക്കപ്പെടട്ടെ. പ്രാർത്ഥനയിലേക്കായി സ്തോത്രം, അനുഗ്രഹിച്ച സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. Subscribe to my channel.